ഹലോ ആൾ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? റോസ് പർച്ചേസിന് വേണ്ടി പോയിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയ ഒരു സംഗതി കൂടിയുണ്ട് ഇത്തവണ. അതൊരു നല്ല ജലദോഷമാണ്. ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ഇതേപോലെ ബാധിക്കുമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റ്സിന് എത്ര കണ്ട് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് കുറച്ച് ഓർക്കിഡ് വിശേഷങ്ങളാകാം അല്ലേ? നമ്മൾ ഓർക്കിഡ് എന്ന് വിളിക്കുന്ന ഈ 3 കളർ പ്ലാന്റ്സിൻ്റെയും ശരിക്കുള്ള ഐഡിയ ഏതാണെന്ന് പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം എനിക്കതറിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റെഡ് ഓർക്കിഡ് റോസ്, അതല്ലെങ്കിൽ നമ്മൾ റെഡ് ഫെയറി എന്നെല്ലാം വിളിക്കുന്ന ഒരു റോസ്. ക്ലൈമ്പിംഗ് റോസ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും ഇത്. എന്നാൽ ഇതൊരു സെമി ക്ലൈംബർ എന്ന് വേണമെങ്കിലും പറയാം. ഒരു പരിധിവരെയെല്ലാം നമുക്കിതിനെ ബുഷാക്കിയിട്ടും നിർത്താൻ സാധിക്കും. എന്നാൽ വള്ളി റോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോയ്സാണ് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസ്. ഇത് നല്ല വള്ളിയായിട്ട് തന്നെ പോകും, നല്ല ഹൈറ്റ് വയ്ക്കും, നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് കേട്ടോ. പലയിടത്തും പല പേരുകളിൽ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെനിക്ക് പ്ലാന്റ് ഉള്ളതാണോ അതോ ഇതെനിക്ക് വാങ്ങാത്തതാണോ എന്നെല്ലാം. അതുകൊണ്ടാണ് ഈ പേരുകളെല്ലാം അറിയുന്ന രീതിയിൽ ഞാൻ പറയുന്നത്. ഓർക്കിഡ് റോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടി വരുന്നത് ഈ ഒരു ഓർക്കിഡ് റോസാണ്. ഇത് ക്ലൈമ്പിംഗ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ ബുഷായിട്ടുള്ളവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ടൈപ്പ് റോസാണ്. നമുക്കിപ്പോൾ ഇതും സെയിലിന് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈസ് അല്ല കേട്ടോ നമുക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്ന 5 ലിറ്റർ ബുഷ് പ്ലാന്റിനേക്കാളും ഡബിൾ സൈസ് വരുന്ന 20 kg പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് പ്ലാൻസ് വരുന്നത് സൺഡേ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.